സുഹൃത്തുക്കളെ നമസ്കാരം. എനിക്കിന്ന് പറയാനുള്ളത് ഈ ഡയലോഗാണ്. ചില ചോദ്യങ്ങളിൽ നമ്മളില്ല, അത് ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. എന്ന് വെച്ചാൽ ചില ചോദ്യങ്ങൾ ചെയ്യാനുള്ളതല്ല, ആ ചോദ്യങ്ങൾ കണ്ടു ഒഴിവാക്കുന്നു, മറ്റു ചോദ്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ വേണം. അല്ലാതെ ചിലപ്പോൾ നമ്മൾ വാശിപ്പുറത്ത് ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചിട്ട് പോയി, ജോഗ്രഫി ആയിക്കോട്ടെ കംപ്ലീറ്റ് പഠിച്ചിട്ട് പോയി, അല്ലെങ്കിൽ മാത്സ് ആയിക്കോട്ടെ അല്ലെ എക്കണോമിക്സ് ആയിക്കോട്ടെ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചിട്ട് പോയിരിക്കുന്നു, നമ്മൾ നല്ലപോലെ റിവൈസ് ചെയ്തു, നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഹൈ ആണ്. അവിടെ ചെന്ന് ആ ചോദ്യം കാണുമ്പോൾ ഇത്തിരി പാടലാണെന്ന് തോന്നിയാലും നമ്മൾ ചിലപ്പോൾ അതിൽ തൂങ്ങിക്കിടക്കും, നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അവസാനം അതിന്റെ ഉത്തരം കിട്ടിയേക്കാം, കിട്ടുകയെന്നല്ല ഞാൻ പറയുന്നത്, ഉത്തരം കിട്ടിയേക്കാം. പക്ഷെ നിങ്ങളുടെ വിലപ്പെട്ട സമയമായിരിക്കും, മറ്റു പല ചോദ്യങ്ങളും ചെയ്യാനുള്ള സമയമായിരിക്കാം ഒരു പക്ഷെ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഉദാഹരണങ്ങളിലേക്ക് പോവാം. ഈ ഉദാഹരണം എന്താണെന്ന് ഒരുപറ്റം ആൾക്കാർക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ നമ്മുടെ ഡിഗ്രി പ്രിലിംസ്, അതിനകത്ത് ഒന്നാമത്തെ ഫേസിലെ ചോദ്യങ്ങൾ ചുമ്മാ ഒന്ന് നമുക്ക് പരിശോധിക്കാം. അതിന്റെ ഒരു പേജിൽ 2 ചോദ്യങ്ങൾ മാത്രമായിരുന്നു PSC ഉൾക്കൊള്ളിച്ചിരുന്നത്. അതായത് പേപ്പർ പ്രിന്റ് ചെയ്യുമ്പോഴുള്ള നഷ്ടത്തെ പോലും PSC അവിടെ പരിഗണിച്ചിട്ടില്ല. ഒരു പുറത്തിൽ 2 ചോദ്യം എന്ന് വെച്ചാൽ ഏകദേശം പകുതി ഒരു ചോദ്യമുണ്ട്, ഒരു പേജിന്റെ പകുതി ഒരു ചോദ്യം. അതിൽ ഒരു ചോദ്യമായിരുന്നു ജിയോമോർഫിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അവിടെ നൽകിയിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സെനേറിയോസ് ബെസ്റ്റ് ഇല്ലുസ്ട്രേറ്റ്സ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് ജിയോമോർഫിക് പ്രോസസ്സസ്. ചോദ്യം വായിച്ചെടുക്കാൻ തന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇവിടുത്തെ പരമാർത്ഥം. നോക്കിയേ, ഇന്റർപ്ലേ ബിറ്റ്വീൻ ക്ലൈമറ്റും ജിയോമോർഫിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഭൂരൂപങ്ങൾ ഉണ്ടാവുന്ന പ്രക്രിയകൾ, ഫോമുകൾ, അവ തമ്മിലുള്ള നല്ലൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഭൂപ്രദേശം ഉണ്ടാക്കുന്നതിൽ ഇവർ തമ്മിലുള്ള ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ് എന്നാണ്. കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ആ കാലപ്പഴക്കത്തിൽ ഇവർ തമ്മിലുള്ള ഏറ്റവും നല്ല ബന്ധം ഉണ്ടാക്കുന്ന എക്സാമ്പിൾ ഏതാണ്? എന്തോ മനസ്സിലായി, നമ്മൾ ഓപ്ഷനിലേക്ക് പോവാണ്. ഒന്നാമത്തെ ഹ്യൂമിഡ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഹ്യൂമിഡ് ആയിട്ടുള്ള അന്തരീക്ഷമുള്ള, അല്ലെങ്കിൽ നല്ലപോലെ നീരാവിയുടെ ഒക്കെ പ്രസൻസ് ഉള്ള ഒരു ട്രോപ്പിക്കൽ ഏരിയ എന്ന് വെച്ചാൽ ഭൂമധ്യരേഖയുടെ ഒരു 23.5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ബിറ്റ്വീനുള്ള പ്രദേശം. അവിടെ ഫ്ലൂവിയൽ ഇറോഷൻ ഡോമിനേറ്റ്സ് ഡെസ്പൈറ്റ് ദ ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കന്റ് വെതറിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുമില്ല, വെതറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം പൊടിയുന്ന പ്രക്രിയ. അങ്ങനെ കാര്യമായിട്ട് ഇവിടെ പൊടിയലുകൾ സംഭവിക്കാതെ, ശിലകൾ പൊടിയാതെ, ശിലകളുടെ ഭാഗങ്ങൾ അടർന്നു പോവാതെ ഇവിടെ കാര്യമായ രീതിയിൽ ഫ്ലൂവിയൽ ഇറോഷൻ, അതായത് നദി അല്ലെങ്കിൽ വെള്ളം പൊടികളെ എടുത്തുകൊണ്ട് പോകുന്ന ഇറോഷൻ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, കാര്യമായിട്ട് വെതറിംഗ് സംഭവിക്കാതെ എങ്ങനെയാണ് ഫ്ലൂവിയൽ എറോഷൻ കൂടുതലായിട്ട് സംഭവിക്കുക? അപ്പൊ അവർ തമ്മിൽ ഒരു പരസ്പര ബന്ധമില്ലല്ലോ. നല്ലതുപോലെ വെതറിംഗ് സംഭവിച്ച്, നല്ലതുപോലെ മഴ പെയ്തോ മറ്റോ വെതറിംഗ് സംഭവിച്ച് അല്ലെങ്കിൽ നല്ലപോലെ മഴ പെയ്ത്, അല്ലെങ്കിൽ നല്ലപോലെ അന്തരീക്ഷത്തില് ഹ്യൂമിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ സംഭവിച്ച്, നല്ലപോലെ വെതറിംഗ് സംഭവിച്ച് മഴ പെയ്യുമ്പോൾ ആ പൊടിയൊക്കെ നല്ലപോലെ എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്, ഇന്റർപ്ലേ ആണെന്ന് പറയാം. സോ ഇത് റോങ് ആണ്. രണ്ടാമത്തത് പെരിഗ്ലേഷ്യൽ റീജിയൻ എന്ന് പറഞ്ഞാൽ പക്ക ഗ്ലേഷ്യൽ റീജിയൻ അല്ല, പക്ഷെ അതിന് അടുത്തുള്ള റീജിയൻ. പെരി എന്ന് പറഞ്ഞാൽ അടുത്തെന്നാണ്. ഗ്ലേഷ്യൽ റീജിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മഞ്ഞ് കൂടിക്കിടക്കുന്ന പ്രദേശമാണ്. പെരി ഗ്ലേഷ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും മഞ്ഞുണ്ടാവില്ല, ഇടയ്ക്ക് മഞ്ഞുണ്ടാവും, ചിലപ്പോൾ വേനൽക്കാലം വരുമ്പോൾ കുറച്ചത് ഉരുകുമായിരിക്കും, അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. അവിടെ റിപ്പീറ്റഡ് ഫ്രീസ് ആൻഡ് തോ സൈക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ചൂട് വരുമ്പോൾ, നോക്കണേ, നല്ലതുപോലെ ചൂട് വരുന്നു, അപ്പോൾ അവിടുത്തെ ഐസ് ഉരുകുന്നു. ഇനി നല്ലപോലെ തണുക്കുമ്പോൾ അവിടുത്തെ ഐസ് അല്ലെങ്കിൽ ഐസായിട്ട് തന്നെ ആ വെള്ളം അത് ഐസായിട്ട് മാറുകയും ചെയ്യുന്നു. അത് ഒരു പാറക്കിടക്കൊക്കെ നോക്കുക, കുറച്ച് ഒരു പാറയുണ്ട്, ആ പാറയുടെ ഇടയ്ക്ക്, ഉദാഹരണത്തിന് ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ പാറയുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ വെള്ളം കയറി ക്രാക്കുകളിൽ നിൽക്കും. ആ ക്രാക്കുകളിൽ നിൽക്കുന്ന വെള്ളം എപ്പോഴാണോ തണുപ്പ് കൂടുതൽ സംഭവിക്കുമ്പോൾ അത് ഐസായി മാറുന്നത്. ഐസ് വശങ്ങളിലേക്കെല്ലാം, ഇത് നോക്കി, വശങ്ങളിലേക്കെല്ലാം എല്ലാ സൈഡിലേക്കും പ്രഷർ കൊടുത്ത് ഈ വിള്ളലുകൾ വലുതാവും, ഈ പാറ പൊടിയും. അങ്ങനെ പൊടിഞ്ഞ് പോകുന്ന പാറകളൊക്കെ പല പാറ്റേണിൽ ഇങ്ങനെ ഈ പ്രദേശത്ത് തറയിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതിനെയാണ് പാറ്റേൺഡ് ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുക. അപ്പൊ നോക്കുക, ഇവിടുത്തെ ഭൂപ്രകൃതിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്ന ഇത് പൊടിയുന്ന ഈ പ്രക്രിയയും അവിടെ ചൂടും തണുപ്പും മാറി വരുന്ന കാലാവസ്ഥയും തമ്മിൽ ഒരു ഇന്റർപ്ലേ ഉണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ട്. അത് നമുക്ക് വൃത്തിക്ക് ഇവിടെ മനസ്സിലാവും. അപ്പൊ ഇത് ഉത്തരമാണോ നമുക്ക് സംശയിക്കാം, ശരിയാണതാണ് ഉത്തരമാണോ സംശയിക്കാം. ഇനി മൂന്നാമത്തെ
എ ഡെസേർട്ട് എൻവയോൺമെന്റ് വേർ കെമിക്കൽ വെതറിംഗ് ഔട്ട്പേസസ് മെക്കാനിക്കൽ വെതറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ ആൻഡ് അരിഡ് കണ്ടീഷൻ. ഒരു ഡെസേർട്ട് എൻവയോൺമെന്റിൽ കെമിക്കൽ വെതറിംഗ് മെക്കാനിക്കൽ വെതറിങ്ങിനേക്കാളും ഔട്ട്പേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെസേർട്ടിൽ കൂടുതലായിട്ടും എഫക്ട് ഉണ്ടാവുക നല്ല പോലെ കാറ്റിനായിരിക്കും. ആ കാറ്റ് വന്ന് അടിച്ച് തകർത്ത് പാറയൊക്കെ നശിപ്പിക്കുന്നതോ അല്ലെ കാറ്റ് വന്ന് കുറെ മണലിനെ എടുത്തുകൊണ്ട് പോകുന്നതോ മണലിനെ കൊണ്ടുവരുന്ന കാറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് കുറച്ച് ഡ്യൂൺസിനെയൊക്കെ ഉണ്ടാക്കുന്നതോ ഇതൊക്കെ പ്യുവർ മെക്കാനിക്കൽ ആയിട്ടുള്ള ആക്ഷനിലൂടെ നടക്കുന്ന വെതറിംഗ് ആണ്. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് വെതറിങ്ങോ അല്ലെങ്കിൽ എറോഷൻ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ അങ്ങനെ മെക്കാനിക്കൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഇവിടെ പാറ പൊടിയുന്ന വെതറിങ്ങിന്റെ കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ പ്രോപ്പർ അവിടുത്തെ ആക്ടിവിറ്റീസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി അവിടുത്തെ വെതറിങ്ങിന്റെ കേസാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള വെതറിങ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അവിടുത്തെ പാറയ്ക്ക് നല്ലപോലെ ചൂട് പകൽ കിട്ടുമ്പോൾ അവിടുത്തെ പാറ വികസിക്കുന്നു. അവിടുത്തെ പാറ രാത്രി നല്ലതുപോലെ തണുക്കുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ദിവസവും പകൽ എക്സ്പാൻഷൻ രാത്രി കോൺട്രാക്ഷൻ, ഇങ്ങനെ ഇത് പൊടിഞ്ഞു പോകും. അപ്പൊ ഇതൊക്കെ ആ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെക്കാനിക്കൽ വെതറിംഗ് ആണ്. കെമിക്കൽ വെതറിംഗ് ഏറ്റവും കൂടുതൽ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭൂഗർഭജലവുമായി ബന്ധപ്പെട്ട ഭൂഗർഭജലം ഒഴുകുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും. കാസ്റ്റ് റീജിയണിലായിരിക്കും. കാസ്റ്റ് ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഡോളമൈറ്റ്, ലൈംസ്റ്റോണുകൾ ഇവയൊക്കെ കാണപ്പെടുന്ന കുറെ പ്രദേശത്തും ഭൂമിയുടെ ഉള്ളിലെ ഗുഹകളിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ പറയാ. സോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് കെമിക്കൽ വെതറിംഗ് കൂടുതലുള്ളത് കാസ്റ്റ് റീജിയണിലായിരിക്കും. ഇതെന്തായാലും പരസ്പരം ബന്ധമുള്ള കാര്യമല്ല, തെറ്റാണ്. അടുത്ത പറഞ്ഞേക്കുന്നത് coastal region experiencing continuous deposition despite rising sea levels and increased storm activity എന്നാ പറഞ്ഞേക്കുന്നത്. നല്ലപോലെ സ്റ്റോം ഉള്ളപ്പോൾ അല്ലെങ്കിൽ നല്ലപോലെ സീ ലെവൽ റൈസ് ചെയ്യുന്ന പ്രക്രിയയൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ധാരാളമായി ഡെപ്പോസിഷൻ സംഭവിക്കാനുള്ള ചാൻസിനേക്കാൾ കൂടുതൽ അവിടെയുള്ള സീ ലെവൽ നല്ലപോലെ റൈസ് ചെയ്ത് നല്ല സ്റ്റോം ആക്ടിവിറ്റി ഒക്കെ ഉള്ളപ്പോൾ ഇറോഷൻ കൂടുതൽ സംഭവിക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ അത് തമ്മിൽ ഡയറക്റ്റ് രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. നോക്കൂ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് സെറ്റാക്കാൻ തന്നെ നമ്മൾ അല്പം സമയം എടുത്താണ് ഞാൻ പറഞ്ഞു തന്നത്. ഇതൊന്നാമത് ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മുടെ സിലബസിൽ ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്ന ഭാഗമല്ല. NCERT-യിലെ ജിയോമോർഫിക് പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്ന 3ാമത്തെ +1 ചാപ്റ്റർ ആണ്. ഇതിനകത്ത് കാര്യഗൗരവമായിട്ട് വന്നേക്കുന്നത് അത് ഫുൾ NCERT നിങ്ങൾ വായിച്ചിട്ട് പോയാലും ഈ പറയുന്ന സാധനം ചോദിച്ചു മനസ്സിലാക്കി എടുക്കാൻ പെരിഗ്ലേഷ്യൽ റീജിയനെ കുറിച്ചും അവിടുത്തെ ഫ്രീസ് ആൻഡ് തോ സൈക്കിളിനെ കുറിച്ചും അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിങ്ങിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടെങ്കിലാണ് പറ്റുക. അപ്പോൾ അത്രയും നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു 1 മിനിറ്റിനുള്ളിൽ വായിച്ച് ഈ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇത് അറ്റൻഡ് ചെയ്യാന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ചോദ്യം കാണുക, എന്തോ വലിയ സാധനമൊക്കെ ഇവിടെ ഉള്ളത്, നമ്മളെ കുറിച്ച് ഇത് നമുക്ക് പറ്റിയതല്ല, ഇത് നമ്മളില്ല എന്നും പറഞ്ഞ് ഇതങ്ങ് ഒഴിവാക്കുക. ആ ഒരു ചോദ്യം ചെയ്യാതെ പോയാൽ ഒരു പ്രശ്നവും നിങ്ങളെ പ്രിലിംസിന് ബാധിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും. ആ 5 മിനിറ്റും കൊണ്ട് അപ്പുറം നിങ്ങൾക്ക് 5 ചോദ്യം വിശാലമായി ഈസി ആയിട്ട് ആലോചിച്ച് ശരിയാക്കാനായിട്ട് പറ്റും. ഓർക്കുക, എളുപ്പമുള്ള ചോദ്യം ചെയ്താലും പാടുള്ള ചോദ്യം ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒന്ന് തന്നെയാണ്. ഒരു മാർക്ക്. ഇതെന്തായാലും പെരിഗ്ലേഷ്യൽ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഒരു ചോദ്യം കൂടെ നമുക്ക് എക്സാമ്പിളിലേക്ക് നോക്കാം. Which of the following statements best describes a critical limitation? അപ്പോൾ ഓർക്കാൻ ലിമിറ്റേഷൻ ആണ് പ്രശ്നം അല്ലെങ്കിൽ പോരായ്മ. എന്തിന്റെ? ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ. ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരണം, ധരാതലീയ ഭൂപടങ്ങളാണ് എല്ലാ സവിശേഷതകളെയും ഉൾക്കൊള്ളിക്കുന്ന ലാർജ് സ്കെയിൽ മാപ്പാണ്. അത് എല്ലാ സവിശേഷതയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ചെറിയ പ്രദേശത്തിന്റെ വിശാലമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊള്ളുന്ന മാപ്പാണ്. അതിന്റെ പോരായ്മ എന്നല്ല പറഞ്ഞേക്കുന്ന, അതിന്റെ പോരായ്മ നോക്കാൻ പോയാൽ മതി കിട്ടും. ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിന്റെ പോരായ്മ എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഈ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രധാന പ്രശ്നം എന്താണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കാം. They provide precise elevation details but may not account for real-time changes in terrain due to natural disasters. നോക്കൂ, അത് പ്രിസൈസ് ആയിട്ടുള്ള എലവേഷൻ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നു. ആയിക്കോട്ടെ, ഉയരത്തെ കുറിച്ച് വ്യക്തമായ ധാരണ തരുന്ന ആൾക്കാരാണ്. കോണ്ടൂർ രേഖകളൊക്കെ ഉള്ള മാപ്പാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്. വളരെ ശരിയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നു may not account for real time changes in terrain due to natural disasters. എന്താണ് ഒരു മാപ്പ് എന്നറിയാവുന്നവർക്ക് ഇത് ധാരണ കിട്ടും. ഒരു മാപ്പില് അത് പബ്ലിഷ് ചെയ്യുന്നത് എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യില്ല, എല്ലാ മാസവും പബ്ലിഷ് ചെയ്യണമെന്നില്ല, ചിലപ്പോ എല്ലാ വർഷം പോലും പബ്ലിഷ് ചെയ്യപ്പെടണമെന്ന് നിർബന്ധമില്ല.
അപ്പോ ഓരോ സീസണിലും ഉണ്ടാവുന്ന നാച്ചുറൽ ഡിസാസ്റ്ററുകൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി, ആ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ തൊട്ടടുത്ത് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് വന്ന മാറ്റങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പ് പബ്ലിഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഇത് മാപ്പ് ആയതുകൊണ്ട് എപ്പോഴും പുതുക്കി പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കേ, ഒരു മാപ്പില് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് ആ മാപ്പ് ഇങ്ങനെയാ, ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം ആ മാപ്പ് ഇങ്ങനെയാണെങ്കിൽ ഈ ഡിസാസ്റ്ററുകൾ ഓരോന്നും ഉണ്ടാവുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ എന്തൊക്കെയാണോ സർഫസിലെ മാറ്റങ്ങൾ അത് ഓരോന്നും സംഭവിക്കുമ്പോഴും നമ്മൾ അപ്പൊ മാപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിലവിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന മാപ്പ് ആവണം നിർബന്ധമില്ല. ഇപ്പൊ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ഉപയോഗിക്കാം, പക്ഷെ അത് എപ്പോഴും ഏത് മാപ്പാണെങ്കിലും റിയൽ ടൈം ആയിട്ട് അപ്ഡേഷൻ നടക്കുകയില്ല. സാറ്റലൈറ്റിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂസ്ലി നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, സാറ്റലൈറ്റിൽ നിന്ന് ഒരു കണ്ടിന്യൂസ് നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ അവിടുത്തെ ഫോട്ടോ അപ്പൊ തന്നെ അപ്ഡേറ്റഡ് ആയി, അപ്പൊ തന്നെ സാധനം എടുക്കുന്നു. സാറ്റലൈറ്റിൽ നോക്കുമ്പോൾ എപ്പോഴും അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് സാറ്റലൈറ്റിൽ നിന്നുള്ള വ്യൂ അവിടെ മാറിയിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും അപ്ഡേഷൻ നടക്കുന്ന സിസ്റ്റംസിനെ വിളിക്കുന്ന പേര് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്നല്ല, അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സിസ്റ്റംസ് ആയിട്ടുള്ള GIS എന്ന് പറയുന്ന ആളാണ്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറുകളും അതിന്റെ സിസ്റ്റമാണ് റിയൽ ടൈം ആയിട്ട് വരുന്ന അപ്ഡേഷൻസ് എല്ലാം മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. A ആണ് പ്രധാനപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ പറഞ്ഞേക്കുന്നത് ഇവിടെ കോണ്ടൂർ ലൈൻ ഉപയോഗിക്കുന്നു. ആ കോണ്ടൂർ ലൈൻ ഉപയോഗിക്കുന്നത് കൊണ്ട് റൂറൽ അർബൻ ഏരിയ ഒന്നും കറക്റ്റ് ആയിട്ട് തിരിച്ചറിയാൻ പറ്റില്ലെന്ന്. കോണ്ടൂർ ലൈൻ എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കുന്നത്, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അർബൻ റൂറൽ ഇതിനൊന്നും അല്ല, ഉയരത്തെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ടോപ്പോഗ്രാഫിക് മാപ്സ് ഓഫർ എക്സ്റ്റൻസീവ് ഇൻഫർമേഷൻ ഓൺ ഹൈഡ്രോളജിക്കൽ ഫീച്ചേഴ്സ്. ജലാശയങ്ങളെ കുറിച്ചും നദികളെ കുറിച്ചും വിശാലമായ വിവരങ്ങൾ തരുന്നു. അത് മനുഷ്യനുണ്ടാക്കുന്ന ഒന്നിനെ കുറിച്ചും ഒരു വിവരവും തരില്ല എന്ന്. അത് തെറ്റല്ലേ? ഇതിൽ മനുഷ്യനുണ്ടാക്കുന്ന റോഡും വീടും എല്ലാം ഉണ്ടാവും, അതുപോലെ കാടും മേടും ഉണ്ടാവും, എല്ലാം ഉള്ള മാപ്പാണ് ശരിക്കും ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്. സിൻസ് ടോപ്പോഗ്രാഫിക് മാപ്സ് ആർ ഡിസൈൻഡ് ഫോർ സ്റ്റാറ്റിക് ലാൻഡ് ഫോം അനാലിസിസ്. ശരിയാണ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള അവിടുത്തെ അവസ്ഥ, ലാൻഡ് ഫോമിന്റെ ഈ മാപ്പ് ഉണ്ടാക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണോ അതായിരിക്കും ഇതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. ദേ കനോട്ട് ബി യൂസ്ഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ് ഇൻ അർബൻ എൻവയോൺമെന്റ്സ്. അതെങ്ങനെയാണ് നമ്മൾ അർബൻ പ്ലാനിങ്ങിൽ പുതിയ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നു, പുതിയ ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്നു, പുതിയ മെട്രോ ഉണ്ടാക്കുന്നു, പുതിയ ബൈപ്പാസ് ഉണ്ടാക്കുന്നു, എന്തൊക്കെ ഉണ്ടാക്കുമ്പോഴും നിലവിൽ അവിടെയുള്ള മാൻമെയ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും നിലവിൽ അവിടെയുള്ള എല്ലാ ഫീച്ചേഴ്സും നോക്കിയിട്ടുള്ള മാപ്പ് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അർബൻ പ്ലാനിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൂൾ തന്നെയാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അർബൻ പ്ലാനിങ്ങിന് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഭൂലോക മണ്ടത്തരമാണ്. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റി. അപ്പൊ ഓരോ ഓപ്ഷനിലൂടെ ഇതിപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസി ആയിട്ട് കിട്ടുന്ന ആൾക്കാണെങ്കിൽ ഓക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് അറിയത്തില്ല എന്നാലും ഒന്ന് വായിച്ചു നോക്കി ഐഡിയ വെച്ച് കണ്ടുപിടിക്കാന്നും പറഞ്ഞ ഒരാൾ പോയാൽ ചിലപ്പോൾ അല്പം ഉത്തരം കിട്ടിയേക്കാം. ബട്ട് സമയം വളരെ 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 കാര്യമായിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെട്ടു പോവുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ. എല്ലാ ചോദ്യങ്ങളും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എല്ലാ ചോദ്യവും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഉത്തരങ്ങൾ വേണമെന്ന് പറഞ്ഞു പോവാ. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ നോക്കിയേ, ബെസ്റ്റ് എക്സ്പ്ലെയിൻസ്. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചറും മൺസൂണുമായിട്ടുള്ള ബന്ധത്തെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ജിയോഗ്രഫിക്കൽ ഫീച്ചറും മൺസൂണുമായിട്ടുള്ള ബന്ധം നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണ്, അല്ലെ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഹിമാലയ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത് ഇങ്ങനെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നതിനെ തടയുന്നു. ഇവിടെ ഇന്ത്യ മൊത്തം മഴ പെയ്യിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവസാനം നിങ്ങൾ നോക്കൂ, ഡെക്കാൻ പ്ലേറ്റു ഹാസ് നോ റോൾ ഇൻ ഇന്ത്യൻ മൺസൂൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഭയങ്കര ബ്ലണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു വേർതിരിച്ച് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഡെക്കാൻ പ്ലേറ്റുവിന് വ്യക്തമായ റോൾ ഉണ്ട്. ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്ന ആളത് ഇങ്ങനെ ത്രികോണമായി നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ വെസ്റ്റേൺ ബോർഡർ ആണ് നമ്മുടെ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത്.
ആ വെസ്റ്റേൺ ഘാട്ടിൽ ഇങ്ങനെ മോയ്സ്ചർ ലേഡൻ ആയിട്ടുള്ള വിൻഡ് വന്ന് ഈ ഭാഗത്ത് ഒക്കെ നല്ലതുപോലെ ഇതിന്റെ വെസ്റ്റ് സൈഡിൽ മഴ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് ഇതുള്ളത് കൊണ്ട് മഴ കിട്ടുന്നില്ല. റെയിൻ ഷാഡോ റീജിയൻ ആയിട്ട് ശരിക്കും നമ്മുടെ ഡെക്കാൻ പ്ലേറ്റുവിന്റെ മേജർ ഏരിയ മാറുകയും ചെയ്യുന്നു. സോ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു വെസ്റ്റേൺ ഘാട്ട്, ഈസ്റ്റേൺ ഘാട്ട്, ഹിമാലയ, ഡെക്കാൻ പ്ലാറ്റു ഇവരെല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് ഓറോഗ്രാഫിക് എഫക്ട് വെച്ചിട്ടാണ്. പക്ഷെ പർവ്വതം തടഞ്ഞു നിർത്തി ക്ലൗഡ് ഫോം ചെയ്ത് മഴ പെയ്യുന്ന പരിപാടിയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലത്തും മഴ കൂടുതൽ കിട്ടാനും കുറയാനുമുള്ള കാരണമൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇവരാന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് എൻസോയും ITCZ ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്നാണ്. ഈ എൻസോയും ITCZന്റെ ഷിഫ്റ്റിംഗ് ഒക്കെ ഫാക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ മെയിൻ ഫാക്ടർ ഈ പറയുന്ന ഈ ജിയോഗ്രഫിക്കൽ ഫീച്ചറുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതല്ല മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് പറയാം. പിന്നെ താർ ഡെസേർട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. താർ ഡെസേർട്ട് അവിടെ ഒരു ഹൈ പ്രഷർ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. താർ ഡെസേർട്ട് അവിടെ എങ്ങനെ ഒരു ഹൈ പ്രഷർ സിസ്റ്റം ഉണ്ടാക്കുന്നു? താർ ഡെസേർട്ടിന്റെ ഭാഗത്ത് നല്ല ചൂടാണ്, അപ്പോൾ ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടാക്കാനാണ് ചാൻസ് ഉള്ളത്. ആ ലോ പ്രഷർ ഉണ്ടെങ്കിലാണ് മോയ്സ്ചർ ലേഡൻ ആയിട്ടുള്ള വിൻഡിനെ അങ്ങോട്ടേക്ക് ഒന്ന് അട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുക. പിന്നെ പറഞ്ഞ് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് സപ്പോസ് സംശയം തോന്നിയാലും എൻഷുറിംഗ് യൂണിഫോം റെയിൻഫോൾ ഓൾ അക്രോസ് ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ലോ പ്രഷർ സിസ്റ്റം ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായാലും ഇന്ത്യയുടെ എല്ലാ പ്രദേശത്തും ഒരുപോലെ മഴ കിട്ടുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒരു മൺസൂണിലും മഴ കിട്ടുകയില്ല. ചില ഭാഗത്തൊക്കെ മഴ കിട്ടാറില്ല. അത് റെയിൻ ഷാഡോ റീജിയൻസ് തന്നെയാണ്. അപ്പൊ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് വായിച്ചെടുക്കാനോ സമയം നിങ്ങൾ ചെലവാക്കേണ്ടി വരും, ആലോചിക്കേണ്ടി വരും. നമ്മൾ ചോദ്യം വായിച്ച് ഇവിടെ വരുമ്പോഴായിരിക്കും ഇതിൽ ശരിയാണോ തെറ്റാണോ എന്തുകൊണ്ടോ ആദ്യം ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞ് വീണ്ടും മേളിലോട്ട് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ സമയം നഷ്ടമാകുന്ന മറ്റൊരു ചോദ്യം ഇവിടെ നോക്കിയേ. ഇവിടെ ചോദിച്ചേക്കുന്നത് ഇന്റർപ്ലേ തന്നെയാണ്. ഇന്റർപ്ലേ ബിറ്റ്വീൻ വേരിയബിലിറ്റി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഇന്ത്യൻ മൺസൂൺ. മൺസൂണുമായി ബന്ധപ്പെട്ട വീണ്ടും അടുത്ത ചോദ്യം വീണ്ടും ചോദിച്ചേക്കാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ആദ്യം തന്നെ ഇന്ത്യൻ മൺസൂൺ ഈസ് സോൾലി ഡ്രിവൺ ബൈ, ഇത് ഇനി പറയുന്ന ഫാക്ടർ മാത്രമാണ് മൺസൂണിനെ അഫക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ടെമ്പറേച്ചർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ലാൻഡ് ആൻഡ് സീ, കരയിലെയും സമുദ്രത്തിലെയും ചൂടിലുള്ള വ്യത്യാസം കാരണം ലോ പ്രഷർ റീജിയനും ഹൈ പ്രഷർ റീജിയനും ഉണ്ടാക്കുന്നു. ഇതിന് ഗ്ലോബൽ ക്ലൈമാറ്റിക് ഫിനോമിനായ എൻസോ അഥവാ എൽനിനോ ഇതൊക്കെയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന പൊട്ടത്തെറ്റ്. ദ ഷിഫ്റ്റിംഗ് ഓഫ് ITCZും ജെറ്റ് സ്ട്രീമുകളും ഓറോഗ്രാഫിക് എഫക്റ്റും, അത് കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു. എൻസോ ഇവന്റും ഇതെല്ലാം മൺസൂണിനെ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. എന്തൊക്കെയാണ് ഇന്ത്യൻ മൺസൂണിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ പ്രധാനമായിട്ടും പറഞ്ഞേക്കുക. ITCZ ശരിക്കും കരയുടെ മേളില് ഇന്ത്യയുടെ ആ ഒരു പ്ലേറ്റുവിന്റെ മേളിൽ കറക്റ്റ് വരുമ്പോഴാണ് അവിടെ ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ആവുന്നതും സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒക്കെ ഫോം ചെയ്യുന്നതും. അതില് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് എന്ന് പറഞ്ഞൊരു ജെറ്റിന്റെ സഹായം അവിടെ ഉണ്ട്. പിന്നെ എന്താണ് മസ്ക്രീൻ ഹൈ എന്ന് പറഞ്ഞൊരു ഹൈ പ്രഷർ സിസ്റ്റം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഓറോഗ്രാഫിക് എഫക്റ്റുകൾ ഉണ്ട് ഇന്ത്യയിലെ പല സ്ഥലത്തുള്ള വേരിയേഷനെ, റെയിൻഫോൾ വേരിയേഷനെ സ്വാധീനിക്കുന്നത്. സോ ഇതെല്ലാം ഉണ്ട്. ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇത് അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാനായിട്ട് പറ്റും. ഇനി വേറെ ഒന്നും ചോദിച്ചത്, അപ്പൊ 2 ചോദ്യം വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ജനറൽ ജോഗ്രഫി, 2 ചോദ്യം ഇന്ത്യൻ ജോഗ്രഫി, 1 ചോദ്യം കേരള ജോഗ്രഫി. എപ്പോഴും കേരള ജോഗ്രഫിന്ന് ഡിഗ്രിക്ക് ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടാവുക. സാധാരണ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാലക്കാട് ഗ്യാപ്പും നോക്കുക. പാലക്കാട് ഗ്യാപ്പിന്റെ ഇൻഫ്ലുവൻസ് എന്തിലാ? അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ക്ലൈമറ്റിലും അവിടുത്തെ ഉള്ള മനുഷ്യ ജീവിതത്തിലുമുള്ള പാലക്കാട് ഗ്യാപ്പിന്റെ, പാലക്കാട് ചുരത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇറ്റ് പ്രിവെന്റ്സ് ദ പെനട്രേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് ഗ്യാപ്പ് എങ്ങനെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ കടന്ന്, അത് പാലക്കാട് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുക. ഇങ്ങനെ സഖ്യപർവ്വതം പോരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഇങ്ങോട്ട് വരുന്ന മൺസൂൺ വിൻഡിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യും? കടത്തിവിടുത്തല്ലേ ഉള്ളൂ. അപ്പൊ ഒന്നാമത് തന്നെ തെറ്റാന്ന് മനസ്സിലാവും. ഈ സെർവ്സ് ആസ് എ ബയോഡൈവേഴ്സിറ്റി ബാരിയർ, ഒരു ബയോഡൈവേഴ്സിറ്റി ബാരിയർ ആയിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിക്കും നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിന്റെ ഭാഗത്തുള്ള ഫ്ലോറയും ഫോണയും അവിടെയുള്ള സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ ഇതിനെയൊക്കെ ഈ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്നതിൽ നിന്നും തടയുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഗ്യാപ്പ് അല്ലേ? ആ ഗ്യാപ്പ് വഴി ഈ ഫ്ലോറ ഫോണ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ തടയുന്നു. ഒരു ബാരിയർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. അടുത്ത, ഇറ്റ് ആക്ട് ആസ് എ ക്ലൈമാറ്റിക് ഗേറ്റ് വേ. ശരിയാ, സൗത്ത് വെസ്റ്റ് മൺസൂണിനെ ഇങ്ങോട്ട് കടത്തി വിടുന്നു. അപ്പൊ കുറച്ചു ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങോട്ടേക്ക് കയറി വരും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചൂടുള്ള വായുവും കയറി വന്ന് പാലക്കാടിനെ ചൂടാക്കും. അതൊരു ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലൈമറ്റ് കുറച്ച് കയറി ഇറങ്ങി പോകാനുള്ള ഒരു കാരണമാവും.
എന്നിട്ട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ കടത്തി വിടുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഭാഗത്തും ഒരു എന്താ പറയാ, ഈ ഭാഗത്തെ എക്കണോമിക്കൽ, സാമ്പത്തികപരമായിട്ടുള്ള, കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഇന്റർപ്ലേ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടും കണക്ഷൻസ് ഉണ്ട്. പണ്ട് ട്രേഡ് നടന്നിരുന്നതും അല്ലെങ്കിൽ ജനജീവിതവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാരുടെ സഞ്ചാരം എല്ലാം ഇതുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്, പക്ക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ, ഇത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രമുള്ള ഒരു ഗ്യാപ്പാണ്, അതുവഴി ഈ വിൻഡും കടന്നു പോവുകയില്ല, വേറെ ഒരു സാധനം ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പൊട്ടത്തെറ്റാണ്. അപ്പൊ അങ്ങനെ ആൻസറിലേക്ക് പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ കുറെ ആൾക്കാർക്ക് ഇത് കോൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യമാണ്, ഒരിക്കലും ഫാക്ട് ആയിട്ട് പഠിച്ച് മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് ബാക്കിയുള്ള, അതായത് 4 ഓപ്ഷൻ. ഇനി പല ആൾക്കാർക്കും ഇതിന്റെ ടൈറ്റിൽ മനസ്സിലായില്ലെങ്കിൽ പോലും ഈ 4 വായിച്ചു നോക്കിയിട്ട് ഈ 4 ഒരെണ്ണം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കും. ആ വേറിട്ട് നിൽക്കുന്ന ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് പ്രിലിംസിന്റെ ആസ്പെക്റ്റിൽ പറയാം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ് ജോഗ്രഫി എങ്കിൽ പോലും നിങ്ങൾ അത് അവിടെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നേരെ പോവുക, ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്ത് പിന്നെ നിങ്ങളുടെ കയ്യിൽ സമയം ധാരാളം ഉണ്ടെങ്കിൽ ഇത് അറ്റംപ്റ്റ് ചെയ്യാന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഒരുപക്ഷെ ഞാനാണ് ഈ എക്സാം എഴുതാൻ പോകുന്നതെങ്കിലും ഞാൻ സമയം ആലോചിച്ച് പിന്നെ ആയിരിക്കും ഇങ്ങോട്ട് പോവുക. ഡയറക്റ്റ് വായിച്ചു നോക്കുമ്പോൾ സ്വഭാവം അറിയാം, ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ പോയിട്ട് പിന്നെ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ട് പേടിക്കണോ? വേണ്ട. എല്ലാ ക്വസ്റ്റ്യനും ഇനി ഇങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ അല്ല. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ സെക്കൻഡ് ഫേസ് ചോദ്യം എഴുതാൻ പോയപ്പോൾ എത്ര സിമ്പിൾ ആയ ചോദ്യങ്ങൾ മാറി നമ്മൾ കണ്ടതാ. ഇത് സെക്കൻഡ് ഫേസിലെ ചോദ്യ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പ്രോസസ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ഫോർമേഷൻ ഓഫ് ഡെൽറ്റ? ഡെൽറ്റ ഫോർമേഷനുമായി ബന്ധപ്പെട്ടത് ആരുടെ ആക്ടിവിറ്റിയാ? ഡെൽറ്റ ഉണ്ടാക്കുന്ന നദിയാണെന്ന് അറിയാം. ആ നദി എന്ന് പറയുന്ന ആള് ഗ്ലേഷ്യർ ആണോ, വിൻഡ് ആണോ, റിവർ ഡെപ്പോസിഷൻ? അതെ, ഈസി ആയിട്ട്. ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആക്കണമെങ്കിൽ അവര് ഈ റിവർ ഡെപ്പോസിഷനെ ഒന്ന് മാറ്റി നമ്മൾ നദി അല്ലെങ്കിൽ ഒഴുകുന്ന ജലം ഉണ്ടാക്കുന്ന എല്ലാ സെറ്റപ്പിനെയും ഫ്ലൂവിയൽ എന്ന വാക്കുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഇതിനെ ഫ്ലൂവിയൽ ഡെപ്പോസിഷൻ എന്ന് തന്നാൽ അല്പമെങ്കിലും ടൈറ്റ് ആയനെ, അതുപോലും ആക്കിയിട്ടില്ല. സോ സിമ്പിൾ. ഇങ്ങനത്തെ 10 ചോദ്യം വേണമെങ്കിൽ ഒരു പേപ്പറിന്റെ സൈഡിൽ ഉൾക്കൊള്ളിക്കാം. അപ്പൊ അങ്ങനെ സിമ്പിൾ ആവും. ചിലപ്പോഴൊക്കെ ഈ ഫോണ്ട് കണ്ടോ, ഈ ഫോണ്ട് വന്നാൽ തന്നെ, ഇതുപോലത്തെ ഫോണ്ട് വന്നാൽ തന്നെ ആ ചോദ്യ പേപ്പറിൽ അല്പം പണി കിട്ടാറുണ്ട്. PSCക്ക് 2 ഫോണ്ട് സ്റ്റൈലുകളാണ് ഉള്ളത്. ഒന്ന് ഇതാണ്, മറ്റൊന്നത് ഇങ്ങനത്തെ 2 കൂടുതലുണ്ട്. അതിൽ പ്രത്യേകം ഈ ഫോണ്ട് വന്നാൽ പണി കിട്ടാറുണ്ട്. ഇങ്ങനെയൊക്കെ വന്നാൽ സിമ്പിൾ ആവാനാണ് ചാൻസ് ഉള്ളത്. അത് നോക്കൂ. വാട്ട് ഡസ് ദ കോണ്ടൂർ ഇന്റർവൽ ഓൺ എ ടോപ്പോഗ്രാഫിക് മാപ്പ് റെപ്രസെന്റ്? കോണ്ടൂർ ഇന്റർവൽ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. കോണ്ടൂർ രേഖ ഇങ്ങനെയുള്ള രേഖയാണ്. ആ കോണ്ടൂർ രേഖകൾ, ആ ഓരോ രേഖയുടെയും കൂടെ 100 മീറ്റർ, 200 മീറ്റർ, 300 മീറ്റർ എന്നിങ്ങനെ അതിന്റെ ഹൈറ്റ് ഉണ്ടാവും. ഈ കോണ്ടൂർ രേഖകൾക്കിടയ്ക്കുള്ള ഹൈറ്റിന്റെ ഡിഫറൻസ് ആണ് കോണ്ടൂർ ഇന്റർവൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ 100 മീറ്റർ ആണ് ഇവർ ഓരോരുത്തരും തമ്മിലുള്ള വ്യത്യാസം. അതാണ് കോണ്ടൂർ ഇന്റർവൽ. വെർട്ടിക്കൽ ഡിഫറൻസ് ഇൻ എലവേഷൻ, അതായത് ഹൈറ്റിലുള്ള വ്യത്യാസമാണ് അടുത്തടുത്ത ലൈൻസിനുള്ള വ്യത്യാസമാണ്. ഇനി ചിലർ സംശയിക്കും, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോണ്ടൂർ ലൈൻ ആണോ? 2 കോണ്ടൂർ ലൈൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കിയേ, 100 മീറ്റർ ഉള്ള ലൈനാണ് ഇതെന്ന് കരുതുക. 200 മീറ്റർ ഉള്ള ലൈൻ കുറെ കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിൽ 100 മീറ്റർ കഴിഞ്ഞ് നോക്കണേ, ഇങ്ങനെ പുറത്തുനിന്ന് ശരിക്കും അടയാളപ്പെടുത്തിയ തെറ്റാണ്. ഇങ്ങനെയല്ല. കോണ്ടൂർ ലൈനിന്റെ ഏറ്റവും ഉയരം കുറഞ്ഞ ആള് പുറത്തായിരിക്കും. ഇതാണ് 100 മീറ്റർ ലൈൻ എന്ന് കരുതുക. ഇത് 200 മീറ്റർ ലൈൻ, ഇത് 300 മീറ്റർ ലൈൻ എന്ന് കരുതുക. 100 മീറ്റർ കഴിഞ്ഞ് 200 മീറ്ററിന്റെ ലൈൻ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞാൽ, കുറച്ചു ദൂരത്തിനുള്ളിൽ തന്നെ എത്തിയാൽ ചെരിവ് പെട്ടെന്ന് കൂടുന്നു, ഉയരം പെട്ടെന്ന് കൂടുന്നു എന്ന അർത്ഥം. അങ്ങനെ ഈ കോണ്ടൂർ രേഖകൾക്കിടയ്ക്കുള്ള ദൂരം എപ്പോഴും കോൺസ്റ്റന്റ് അല്ല. കോണ്ടൂർ രേഖയ്ക്കുള്ള ദൂരം വളരെ കൂടുതലാണെങ്കിൽ ചെരിവ് കുറഞ്ഞ ചെരിവേ ഉള്ളൂ എന്ന് അർത്ഥം. കോണ്ടൂർ രേഖയ്ക്കിടയ്ക്കുള്ള ദൂരം വളരെ കുറവാണെങ്കിൽ പെട്ടെന്ന് ഓരോ കോണ്ടൂർ രേഖ 100 മീറ്ററിന്റെ വന്നു, 200 മീറ്റർ, 300 മീറ്റർ, 400 മീറ്റർ, അങ്ങനെ പെട്ടെന്ന് വന്നാൽ കുത്തനെ ചെരിവ് കൂടി പോവാന്ന അർത്ഥം. അപ്പോ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോണ്ടൂർ ലൈൻസ് അതെപ്പോഴും ഒരു മാപ്പിൽ കോൺസ്റ്റന്റ് അല്ല, അല്ലെ ഒരു സ്ഥലത്തും കോൺസ്റ്റന്റ് അല്ല, ഡിസ്റ്റൻസ് വേരി ചെയ്യും. പക്ഷെ നമ്മൾ ഹൈറ്റിനെ സെറ്റ് ചെയ്താ വരച്ചേക്കുന്നത്. സോ ഹൈറ്റ് ഡിഫറൻസ് ആണ് ഇവിടെ ഉത്തരം. അടുത്ത, in which of the regions of India tropical thorn forest predominantly found? തോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൾക്കാടുകൾ ഉണ്ടാവുക വരണ്ട പ്രദേശത്താ. വരണ്ട പ്രദേശം നമ്മുടെ എവിടെയാ? മരുഭൂമി ഭാഗ. അത് രാജസ്ഥാന്റെയും ഗുജറാത്തിന്റെയും ഹരിയാനയുടെയും ഭാഗമായിട്ടുള്ള താർ ഡെസേർട്ടിന്റെ സെമി അരിഡ് റീജിയൻസിലാണ്
പ്യുവർ ആയിട്ടുള്ള അരിഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശത്ത് മണൽക്കൂനകൾ മാത്രമേ ഉള്ളൂ, വെജിറ്റേഷൻ ഉണ്ടാവില്ല. അർദ്ധവരണ്ട പ്രദേശത്തെ നമ്മൾ മരുസ്ഥലി ഭാഗർ എന്ന് വിളിക്കും. ആ ഭാഗർ പ്രദേശത്താണ് ഇതൊക്കെ ഉണ്ടാവുക. പ്യുവർ മരുസ്ഥലി എന്നറിയപ്പെടുന്ന വരണ്ട പ്രദേശത്ത് മണൽക്കൂനകളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അടുത്തത്, ദ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ പാർക്ക് ഇൻ കേരള ഈസ് റെനൗണ്ട് ഫോർ കൺസർവിംഗ് ഏത് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്? നമുക്കറിയാലോ സൈലന്റ് വാലി അത് മഴക്കാടാണ്. മഴക്കാട് എന്ന് പറഞ്ഞാൽ അത് നിത്യഹരിത വനമാണ്. അത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ്. എക്സാമ്പിൾ പറയാം. ഇനി വേറെ ഉണ്ട് മൺസൂൺ കാട്. നിങ്ങൾ തെറ്റിച്ച് കളയരുത്. മഴക്കാട് എന്ന് പറഞ്ഞാൽ മഴക്കാട് അത് റെയിൻ ഫോറസ്റ്റ് ആണ്. ഓക്കെ, റെയിൻ ഫോറസ്റ്റ് ഓർ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് നമുക്ക് വിളിക്കാം, പ്രശ്നമില്ല. ഇനി ഏതാണ് മൺസൂൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ? മൺസൂൺ, അപ്പൊ മൺസൂണും മഴയും ഒന്നല്ല എന്നൊക്കെ വെച്ച് ചിലപ്പോൾ തെറ്റിക്കും. മൺസൂൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, മൺസൂൺ ഫോറസ്റ്റ് അത് ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് ആണ്. ട്രോപ്പിക്കൽ ഡെസീഡിയസ് ഫോറസ്റ്റ് ഇലപൊഴിയും കാടുകളാണ്. അത് ശരിക്കും മൺസൂൺ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത്. ശരിക്കും ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ഡെസീഡിയസ് ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ വെറ്റ് ഡെസീഡിയസ് ഫോറസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അതാണ് മൺസൂൺ ഫോറസ്റ്റ്. മഴക്കാട് റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അതിനെയാണ് പ്രധാനമായിട്ട് സംരക്ഷിക്കുക. എളുപ്പം അറിയാം. അടുത്ത ചോദിച്ചേക്കുന്നത്, പാലക്കാട് ഗ്യാപ്പ് ഏതൊക്കെ മൗണ്ടൻ റേഞ്ചിനെയാണ് സെപ്പറേറ്റ് ചെയ്യുക? അപ്പോ ഇത് വെസ്റ്റേൺ ഘാട്ടിലാണെന്ന് നമുക്കറിയാം. വെസ്റ്റേൺ ഘാട്ടിനകത്ത് കുറെ നീലഗിരി, നെല്ലിയാമ്പതി, കാടമം ഹില്ല്, പളനി ഹില്ല്, പൊന്മുടി ഹില്ല്, നീലഗിരി ഹില്ല് ഇങ്ങനെയൊക്കെ നൽകിയിട്ടുണ്ട്. അതിന്റെ ഉത്തരം ഈസിയാണ്. ഈസി. നോക്കൂ, ഇവിടെ ഒരു മാപ്പ് ഞാൻ നൽകിയിട്ടുണ്ട്. ഇതില് ഈ വെസ്റ്റേൺ ഘാട്ടിന്റെ ഏകദേശം വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ബ്രഹ്മഗിരി എന്നറിയപ്പെടുക. ബ്രഹ്മഗിരി കേരളത്തിലും കർണാടകയിലുമായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗം. അടുത്ത നീലഗിരി കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാടുമായിട്ട് കാണപ്പെടുന്ന ഭാഗം. ഇതിന്റെ ഇടയ്ക്ക് ഇതാണ് പാലക്കാട് ഗ്യാപ്പ്. ആരോ മാർക്ക് ഇവിടെ തന്നതിൽ അല്പം പ്രശ്നമുണ്ട്. ആരോ മാർക്ക് ഇതാണ് പാലക്കാട് ഗ്യാപ്പ്, ഈ ഏരിയ. ഈ പാലക്കാട് ഗ്യാപ്പിന്റെ വടക്ക് ഭാഗത്തുള്ള ആളെന്ന് പറഞ്ഞാൽ ഇവിടെ അട്ടപ്പാടി എന്ന് പറഞ്ഞ ഏരിയ, അട്ടപ്പാടി പ്ലേറ്റു നമ്മൾ വിളിക്കും. ഈ അട്ടപ്പാടി പ്ലേറ്റു അത് നീലഗിരിയുടെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നെല്ലിയാമ്പതി ആണുള്ളത്. നെല്ലിയാമ്പതി ഹിൽസ് എന്ന് പറയുന്ന നെല്ലിയാമ്പതി കുന്നുകളാണ്. അത് ശരിക്കും ആനമല എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഭാഗമാണ്. ഇതാണ് ആനമല എന്ന് പറയുന്നത്. ഇത് ആനമലയാണ്. ഈ ആനമലയിൽ നിന്ന് നീണ്ടു പോകുന്ന ഇയാളാണ് ശരിക്കും പളനി ഹിൽസ് എന്നറിയപ്പെടുന്ന, പളനിമല എന്നറിയപ്പെടുന്ന സബ് ഡിവിഷൻ. ഇതിന്റെ താഴെയുള്ള ഈ ഭാഗമാണ് ഏലമല എന്നറിയപ്പെടുന്ന കാടമം ഹിൽ റീജിയൻ. അത് കഴിഞ്ഞ് പിന്നെ ഈ ഭാഗമാണ് അഗസ്ത്യമല എന്നറിയപ്പെടുന്ന റീജിയൻ. ഈ അഗസ്ത്യമലയിലാണ് പ്രശസ്തമായിട്ടുള്ള പൊന്മുടി ഹിൽ സ്റ്റേഷൻ. തേയിലയൊക്കെ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലുള്ള പൊന്മുടി ആ ഒരു ഭാഗമൊക്കെ ഉള്ളത്, വെൺമൂർ, പൊന്മുടി ആ ഭാഗമൊക്കെ. അപ്പൊ ഇവിടെ ചോദിച്ചാൽ ഈസിയാണ്. പാലക്കാട് ഗ്യാപ്പ് വേർതിരിക്കുന്നത് നീലഗിരിയെയും ആനമലയെയുമാണ്. അല്ലെ അടുത്തുള്ള സ്ഥലങ്ങൾ പറഞ്ഞാൽ അട്ടപ്പാടി പ്ലേറ്റുവിനെയും നെല്ലിയാമ്പതി പ്ലേറ്റുവിനെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അട്ടപ്പാടി കുന്നുകളെയും നെല്ലിയാമ്പതി കുന്നുകളെയാണ് ഈസി ആയിട്ട് പറയാം. സിമ്പിൾ ചോദ്യം ഫ്രം കേരള ജോഗ്രഫി. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ എത്ര സിമ്പിൾ ആണ്. കണ്ടാൽ നമുക്ക് തീരുമാനിക്കാം, അറിയാവോ ഇല്ലയോ എന്ന് ഈസിലി തീരുമാനിച്ചു പോവാനെങ്കിലും പറ്റും. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കണ്ടപ്പോഴോ നമുക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നി. ബുദ്ധിമുട്ടല്ല അവിടുത്തെ പ്രശ്നം. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, സമയം എടുത്ത് ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ നഷ്ടപ്പെടുന്ന സമയത്തിലാണ് കാര്യം. അപ്പൊ ഇനി വരുന്ന പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് എക്സാം ആയിക്കോട്ടെ, ചോദ്യം കണ്ടാൽ നിങ്ങൾ വെപ്രാളപ്പെടണ്ട. നിങ്ങൾക്ക് കട്ടിയാണ് പാടാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കട്ടിയാണ്, ബുദ്ധിമുട്ടാണ്, അത് തന്നെ മനസ്സിലാക്കുക. എളുപ്പമാണെങ്കിൽ അതും ഓപ്പോസിറ്റ് ആണ്, എല്ലാവർക്കും എളുപ്പമായിരിക്കും. അപ്പോ ചില ചോദ്യങ്ങൾ ചെയ്യാനുള്ളതല്ല എന്ന് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുക. മാത്സിന്റെ ഒക്കെ ചില ചോദ്യങ്ങൾ, നിങ്ങൾ ടൈം ആൻഡ് വർക്ക് ഒക്കെ എല്ലാ ടൈപ്പും പഠിച്ചിട്ട് പോയി, ജെറിൻ സാറിന്റെയും ഇസ്മായിൽ സാറിന്റെയും അജ്മൽ സാറിന്റെയും എല്ലാവരെയും കലക്കി കുടിച്ചിട്ട് പോയി. പക്ഷെ നിങ്ങൾ ചെയ്തു നോക്കി, ചില മാത്സിന്റെ ചോദ്യം ഉത്തരം കിട്ടുന്നില്ല, രണ്ടാമത് ചെയ്തു നോക്കി, മൂന്നാമത് ചെയ്തു നോക്കി, ഉത്തരം കിട്ടുന്നില്ല. ആ ചോദ്യത്തിന് അവിടെ PSC ഉത്തരം കൊടുത്തിട്ടുണ്ടാവില്ല. ഇല്ലാത്ത ഉത്തരത്തിന് വേണ്ടി നിങ്ങൾ ആ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു ആൻസർ കിട്ടാൻ വേണ്ടി പലതവണ ചെയ്ത് നിങ്ങളുടെ സമയം കളയാണ്. നമ്മൾ എഴുതുന്നത് കേരള PSCയുടെ എക്സാം ആണ്. അവിടെ 100 മാർക്കിനുള്ള ചോദ്യവും ആക്യുറേറ്റ് അല്ല. നിങ്ങൾക്ക് ഒരിക്കലും 100 മാർക്ക് മേടിക്കാൻ സാധിക്കില്ല. കാര്യം എങ്ങനെ പോയാലും കുറച്ച് ക്യാൻസലേഷൻ അതിൻ്റെ അകത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ വേണം എക്സാം എഴുതാനായിട്ട്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യൂ. ഈ പ്രിലിംസ് പാസ്സാവുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. ചിലപ്പോൾ ഒക്കെ ഈസി ആയിട്ട് ഇങ്ങനെ പാടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. ഒരു ചോദ്യം നമ്മൾ കണ്ടു, അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കണ്ടേക്കാം. കറണ്ട് അഫയേഴ്സിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പൊ ആദ്യമേ സംശയം
സംശയം തോന്നുന്ന കറപ്പിച്ച് തെറ്റിക്കരുത്. ചിലപ്പോൾ രണ്ടാമത്തെ ചോദ്യം ആ റെപ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് വെച്ച് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പൊ ചില കേസിലൊക്കെ അല്പം വെയിറ്റ് ചെയ്യുക, വെപ്രാളം കാണിക്കരുത്, ചാടിക്കേറി ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കരുത് എന്ന് സൂചിപ്പിക്കാനായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇനി കുറെ ട്രിക്കുകളിലൂടെ നമുക്ക് അറിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് പോകാനും പറ്റും. അത് പിന്നീട് നമുക്ക് കാണാം. അപ്പൊ എന്തായാലും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ പുതിയ ഒരു Q&A ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ബേസിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടി. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ബാച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ബാച്ചിൽ നോക്കുക, ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ടോപ്പിക്കുകളായിട്ടല്ല ക്ലാസ് കിട്ടുക. നിങ്ങൾ ഏകദേശം ബേസ് ഒന്ന് പ്രിപ്പയർ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ പരിശീലിക്കാൻ പറ്റും. ഇതുപോലുള്ള കട്ടിയുള്ളതും എളുപ്പമുള്ളതുമായിട്ടുള്ള മിക്സ് ആയിട്ടുള്ള പല ചോദ്യങ്ങളും ചെയ്ത് പരിശീലിക്കാൻ പറ്റും. ആ ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ആയിരിക്കും അധ്യാപകർ തരിക. അപ്പൊ അത്യാവശ്യം നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, എങ്ങനെ ചോദ്യം വരുമെന്നൊക്കെ കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഒന്ന് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബാച്ചാണ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ബാച്ച് എന്ന് പറയുന്നത്. അധികം ഫീസ് നമുക്ക് വരുന്നില്ല, അപ്പോൾ ചുരുങ്ങിയ ഫീസാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക, ചോദ്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അതും കൂടെ ഒന്ന് സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.